ജനറൽ സെക്രട്ടറി ക്ലബിന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ദയവീത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകളാണെങ്കിൽ പ്രശ്നം ഉണ്ടാകാനിടയില്ലല്ലോ. വയനാട് ദുരന്തത്തിൽ സർക്കാർ ചെലവിട്ട തുകയുടെ കണക്കുകൾ പുറത്ത്. സംശയമുള്ളത് തുറന്നോക്കാം അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ തുറക്കാം. എന്നെ തിരികേൽപ്പിക്കില്ലേ ഈശ്വര. ദുരിത മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ 3,359,000 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് 2,76,00,000 രൂപയും ചെലവിട്ടെന്ന കണക്കുകൾ. നീ നിന്റെ അപ്പനെ എങ്ങനെയാണ് ഗതി പിടിക്കുന്നത്? ഒരു നിരപ്പെട്ടേണ്ടികള് പന്നികള്. ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, ഈ കണക്കുകൾ ഇപ്പോ നമുക്ക് ലഭ്യമായ കണക്ക് പറയുന്ന കഥ എന്താണ്? പറയുന്നതല്ല സത്യമാണ്. ഇത് കണക്കുകളാണ്, സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകൾ. ദുരിതബാധിതരെക്കാൾ കൂടുതൽ കാശ് ചെലവിട്ടത് വളണ്ടിയർമാർക്ക് വേണ്ടിയാണെന്നാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത്. ഞങ്ങളുടെ അജണ്ടയിൽ ഇപ്പൊ നിങ്ങളില്ല. നിങ്ങളുടെ ഈ അജണ്ട ഇപ്പൊ എവിടെ ഉണ്ട്? എന്റെ കർത്താവിശംശിയായ ഇങ്ങനെയുണ്ട് ഒരു ആക്രാന്തം. വളണ്ടിയർമാരുടെ ഗതാഗതത്തിന് മാത്രം 4 കോടി, ഭക്ഷണ ചെലവ് വളണ്ടിയർമാരുടെയും ട്രൂപ്പിന്റേതുമായിട്ട് 10 കോടി. അയ്യോ എന്റെ അമ്മേ, എന്റെ പൊന്നോടെ തമ്പുരാനെ, ഞാൻ എന്താ ഈ കാലം 359 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് 2,76,00,000. കണ്ടെടുത്ത മൃതദേഹങ്ങളുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു മൃതദേഹത്തിന് 75,000 രൂപ സംസ്കാര ചെലവ് മാത്രമായിട്ടുണ്ട് എന്നുള്ള കണക്കാണ് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. വ്യാജരേഖകളുമായിട്ടുള്ള കളിക്ക് നിൽക്കുകയാണെങ്കിൽ പൊരുത്തപ്പെടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റായി നൽകിയ വകയിൽ ആകെ 2,98,00,000. അതായത് അതിനകത്ത് ഒരു 100 രൂപയുടെ ഒരു റെയിൻകോട്ട്, ഒരു കുട തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിനാണ് 2,98,00,000 രൂപ ചെലവാക്കിയിരിക്കുന്നത്. അങ്ങനെ നുണ പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. ബെയിലി പാലം നിർമ്മിച്ചത് സൈന്യത്തിന്റെ സംവിധാനം ഉപയോഗിച്ചാണ്. പക്ഷെ അതിന് സംസ്ഥാന സർക്കാരിന് 1 കോടി രൂപ ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. എന്തോന്നാടോ എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? 17 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 30 ദിവസത്തേക്ക് ജനറേറ്ററിന്റെ ചെലവ് 7 കോടി രൂപയാണ്. എന്ത് തരണം? 60 രൂപ. ഈ പാട്ടയുടെ വിലയല്ല ചോദിച്ചത്. ഇന്ത്യൻ എയർഫോഴ്സിന് എയർലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് 17 കോടി രൂപ നൽകിയിരിക്കുന്നു. നേരാന്നോടാ നീ പറഞ്ഞത്? നേരെ കൊച്ചമ്മേ. ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ചവയിൽ 12 കോടി. അതാണ് ഇതിൽ ഏറ്റവും അമ്പരപ്പിക്കുന്ന ഒരു കാര്യം. കാരണം അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. മിലിറ്ററി വോളണ്ടിയർ എന്നിവരുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റായി 4 കോടി രൂപ ചെലവഴിച്ചു. ഈ കണക്കുകൾ ഈ നിലയിൽ പരിശോധിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്നതിനും അത്തരത്തിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമോ, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുമോ എന്ന് കണ്ടറിയണം. സത്യസന്ധനാണെങ്കിൽ മുറി കയറി ഒളിക്കുന്നത് എന്തിനാ? മോനെ അനീതി ചെയ്തിട്ടില്ല, ഒന്നും കിട്ടിയെന്ന് പറയരുതോ?